ഗവർണർ ജനാധിപത്യ വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നായിരുന്നു CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം. ഗവർണറുടെ ഷോ വിലപ്പോവില്ലെന്ന് DYFIയും ഇത് തീക്കളിയാണെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്ന് മുരളീധരനും പ്രതികരിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനാധിപത്യ വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. ഗവർണർ ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. ഗവർണറുടെ നടപടി അത്ഭുതപ്പെടുത്തുന്നതെന്നായിരുന്നു മന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം. ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ഇങ്ങനെ പ്രതികരിച്ചാൽ മറ്റുള്ളവർ അവരെക്കുറിച്ച് എന്തു ചിന്തിക്കുമെന്ന് സ്വയം ആലോചിക്കട്ടെ എന്നും മന്ത്രി പറഞ്ഞു. വളരെ അസാധാരണമായ സംഭവങ്ങളാണ് ഇതെല്ലാം. ഇത്തരം ആളുകൾ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്നുള്ളത് അവരാലോചിക്കേണ്ടതാണ്. കൊല്ലം നിലമേലിലേത് സമീപകാലത്ത് ഗവർണർ നടത്തുന്ന 4ാമത്തെ ഷോയാണെന്നും ഇതൊന്നും കാട്ടി ഇടതുപക്ഷ സർക്കാരിനെയും കേരളത്തിലെ ജനങ്ങളെയും പേടിപ്പിക്കാനാവില്ലെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ അടുത്ത ഒരു മാസത്തിനിടയിൽ നടക്കുന്ന 4ാമത്തെ ഷോയാണ്. ഈ ഷോയൊക്കെ നടത്തി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും ജനങ്ങളെയും വിരട്ടാമെന്നൊന്നും നോക്കേണ്ട. ഗവർണർ വളരെ വിചിത്രമായ രീതിയിലാണ് പെരുമാറുന്നതെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഗവർണറുടെ പ്രകടനത്തിന് കേന്ദ്രമന്ത്രിയുടെ പക്കം വേണമെന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം തട്ടിയെടുക്കാനുള്ള ഗവർണറുടെ നീക്കം അപലപനീയമാണെന്നും മന്ത്രി പറഞ്ഞു. ഗവർണറുടെ ഷോ കേരളത്തിൽ വിലപ്പോവില്ലെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. ഇതന്നെ ഇപ്പൊ അവിടെ സംഭവിക്കാൻ പോകുന്നത്. സാംസ്കാരിക കേരളത്തിന് അപമാനമുണ്ടാക്കുന്ന ഗവർണർക്ക് തെരുവിലിരിക്കാനുള്ള യോഗ്യത മാത്രമേ ഉള്ളൂവെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് പറഞ്ഞു. അദ്ദേഹത്തിന് അവിടെ ഇരിക്കാനുള്ള ഒരു നിലവാരമേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തെ, മതനിരപേക്ഷ കേരളത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. SFI നേരത്തെ പ്രഖ്യാപിച്ച പ്രതിഷേധമാണ് നടത്തുന്നതെന്നും ചാൻസലർക്കെതിരെ പ്രതിഷേധം തുടരുമെന്നും ഗവർണറും SFIയും തമ്മിലല്ല, കേരളവും സംഘപരിവാറും തമ്മിലാണ് പോരാട്ടമെന്ന് കൊല്ലം ജില്ലാ സെക്രട്ടറി ഗോപികൃഷ്ണൻ പറഞ്ഞു. കേരളത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ നാടകമാണെന്നും ഗവർണറും സർക്കാരും ഒത്തുകളിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഗവർണർക്കെതിരായി കരിങ്കൊടി പ്രകടനം നടത്താനും ഗവർണറുടെ വാഹനത്തിൻ്റെ അടുത്ത് വന്ന് ആ വാഹനം തകർക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഗവൺമെൻറ് തന്നെ ചെയ്തു കൊടുക്കുന്നു. എന്തൊരു ഇരട്ടത്താപ്പാണ് ഗവൺമെൻറ്റിന്. ഗവർണറെ കായികമായി ആക്രമിച്ച് വരുതിയിൽ കൊണ്ടുവരാനാണ് ശ്രമമെന്നും ഇത് തീക്കളിയാണെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നും V മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന ഭരണത്തലവന് റോഡിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന ആളുകളാണ് പറയേണ്ടത് കേരളത്തിലെ ക്രമസമാധാനം തകർന്നോ ഇല്ലയോ. ഞാൻ പറയുന്നില്ല. ഗവർണറുടെ അസാധാരണ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.